ജീവിതത്തിൽ തോൽക്കരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ജീവിതത്തിൽ വിജയം വേണമെന്ന് കൊതിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ 10 ചെറിയ കാര്യങ്ങൾ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കോ. പടച്ചോൻ്റെ വല്ലാത്തൊരു കാവലുണ്ടാകും, വല്ലാത്തൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും, ബറക്കത്ത് ലഭിക്കും, സമ്പത്ത് ലഭിക്കും, വേണ്ടതൊക്കെ പടച്ചോൻ തരും. ഒരിക്കലും ഒരാളുടെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെടാതിരിക്കാനായിട്ട് ഡെയിലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. പഠിച്ചാലോ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? നന്നായിട്ടൊക്കെ ഉറങ്ങിയില്ലേ? ഇടയ്ക്കിങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെറിയൊരു മഴ കിട്ടുന്നത് കൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അല്ലേ? ഈ വലിയ ചൂടിന് ഒരു ആശ്വാസം കിട്ടുന്നത് പോലെ. കാരണം ഒരുപാട് മുഅ്മിനീങ്ങൾ മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ പടച്ചോൻ മഴ തരും എന്നല്ലേ ഖുർആൻ പറയുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതികഠിനമായ ചൂടിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. ഈ ചൂടിങ്ങനെ തീവ്രമായി നിൽക്കുമ്പോഴേ മഹ്ശറിലെ ചൂടിനെക്കുറിച്ചൊക്കെ ഇടയ്ക്കൊന്ന് ഓർമ്മിക്കണത് നല്ലതാട്ടോ. അള്ളാഹു നമുക്ക് കാവല് തരട്ടെ. അവൻ്റെ കാരുണ്യത്തിൻ്റെ തിരുദർശനം ആസ്വദിക്കാൻ കരുണക്കടലായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വരാന്നേ. അപ്പോൾ വിജയിക്കണം എല്ലാവർക്കും. എവിടെയൊക്കെ വിജയിക്കണം? ദുനിയാവിൽ വിജയിക്കണം, ആഖിറത്തിൽ വിജയിക്കണം, ലൈഫിൽ എല്ലായിടത്തും വിജയിക്കണം. തോൽക്കണത് ആർക്കെങ്കിലും ഇഷ്ടമാണോ? ഇല്ലല്ലോ. വിജയിക്കാനാണ് എല്ലാവർക്കും കൊതി. എന്നാൽ കൊച്ചു കൊച്ചു ഈമാനികമായ വിഷയങ്ങൾ നമ്മുടെ ലൈഫിൽ പതിവാക്കാൻ പറ്റിയ ഒരു 10 കാര്യങ്ങളുണ്ട്. ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ. നമ്മളെ വിജയം തേടി വരുന്നേ. അത് ചെയ്യേണ്ട ബോധ്യത്തിൽ കൃത്യമായിട്ട് ചെയ്യണം. വെറുതെ കാട്ടിക്കൂട്ടലായാൽ പോരാ. ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യാനാണല്ലോ എന്ന് ഇങ്ങനെ ഡയലോഗൊക്കെ അടിക്കും. അതിൽ കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഫിസ്മോൾ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് വാപ്പിയുടെ ഡയലോഗ് കേട്ടിട്ട്. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇഖ്ലാസ് വേണം, ബോധ്യത്തിൽ ചൊല്ലണം, ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 10 കാര്യങ്ങൾ പഠിച്ചാലോ? ഒന്നാമത്തെ എന്താണെന്നറിയോ? ഒന്നാമത്തേത് ബിസ്മി ദായിമാക്കുക, പതിവാക്കുക. എപ്പോഴും ബിസ്മി. ഏത് നല്ല കാര്യത്തിനും ബിസ്മി. ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ ഈ ഗുളിക കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയ പ്രശ്നമല്ലേ? കാരണം ബിസ്മി ചൊല്ലിയാൽ ബറക്കത്ത്, ഒരുപാട് ഇങ്ങനെ ബറക്കത്ത് ഉണ്ടായിട്ട് ഗുളിക കഴിക്കുമ്പോൾ ബിസ്മി ഇല്ലിക്കഴിഞ്ഞാൽ ഗുളിക ഇങ്ങനെ ബറക്കത്തായി ഗുളിക കൂടേണ്ടി വരും, രോഗം കൂടൂലേ എന്നാണ്. ഒരറ്റടി കൊടുക്കണം. എന്തുകൊണ്ട് ചോദ്യമാണത്? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയത് എന്താ? നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ബിസ്മി ഇല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് കല്യാണം കഴിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണോ? ബാത്റൂമിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസി, അപ്പോൾ ഒരുപാട് വൈറ്റ് ചെയ്ത് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഒരുപാട് യൂറിനേറ്റ് ചെയ്ത് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊന്നുമല്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിൽ സന്തോഷം തരും. അതാണ് അള്ളാഹു സന്തോഷം തരും. അതാണ് ബറക്കത്ത്. അള്ളാഹു സമാധാനം തരും. അല്ലാണ്ട് ഒരുപാട് ഉണ്ടാകും എന്നൊന്നുമല്ല. ചിലപ്പോൾ ബിസ്മി ചൊല്ലണതിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ ഗുളികയിൽ അള്ളാഹു അത് അവസാനിപ്പിച്ച് നമ്മുടെ രോഗം മാറ്റിത്തരും. മനസ്സിലായോ? അല്ലാണ്ട് ബിസ്മി എല്ലാം പാടില്ല ഗുളിക കഴിക്കുമ്പോൾ. കാരണം ഗുളിക ഒരുപാട് കഴിക്കേണ്ടി വരും. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഇരട്ടിക്കും എന്നാണ് നമ്മുടെ വിചാരം. അല്ലെ, ലോട്ടറിയാണത് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഏത് നന്മ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം, ഇല്ലെങ്കിൽ അവിടെ ബറക്കത്ത് ഉണ്ടാവില്ല. വീട്ടിൽ കയറുമ്പോൾ ബിസ്മി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല, ബാത്റൂമിൽ കയറുമ്പോൾ ബിസ്മില്ല, അല്ലേ? കുടുംബബന്ധം പുലർത്തുമ്പോൾ ബിസ്മില്ല, പാത്രം അടുപ്പത്ത് വെക്കുമ്പോൾ ബിസ്മില്ല, അടുപ്പത്ത് നിന്ന് താഴത്തേക്ക് ഇറക്കുമ്പോൾ ബിസ്മില്ല, രുചിച്ചു നോക്കുമ്പോൾ ബിസ്മില്ല, കഴിക്കുമ്പോൾ ബിസ്മില്ല, കുടിക്കുമ്പോൾ ബിസ്മില്ല, ഇരിക്കുമ്പോൾ ബിസ്മില്ല, നിൽക്കുമ്പോൾ ബിസ്മില്ല, നടക്കുമ്പോൾ ബിസ്മില്ല, പഠിക്കാനിരിക്കുമ്പോൾ ബിസ്മില്ല, കാണാപ്പാഠം പഠിക്കുമ്പോൾ ബിസ്മില്ല, ദിക്റ് ചൊല്ലാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ല, വാഹനം ഓടിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ല, വാഹനം നിർത്താൻ നോക്കുമ്പോൾ ബിസ്മില്ല, വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല, വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല, വസ്ത്രം അഴുക്കുമ്പോൾ ബിസ്മില്ല, കുട്ടിക്ക് ഭക്ഷണം വാരി കൊടുക്കുമ്പോൾ ബിസ്മില്ല, അങ്ങനെ കുട്ടിക്ക് വസ്ത്രം ധരിപ്പിക്കുമ്പോൾ ബിസ്മില്ല, കുഞ്ഞിന് മരുന്ന് കൊടുക്കുമ്പോൾ ബിസ്മില്ല, നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ബിസ്മില്ല. എല്ലായിടത്തും ബിസ്മില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ റബ്ബാണ് എനിക്കെല്ലാം തരുന്നത് എന്നുള്ള ബോധ്യത്തിലാണ്, അല്ലേ? എൻ്റെ റബ്ബിനോട്, ആ റബ്ബിനെ കൂടെ പിടിച്ച് സഹായം തേടിയിട്ടാണ്. എവിടെയോ നിൽക്കണ പടച്ചോനല്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. മിൻ ഹബ്ലിൽ വരീദ്, കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള റബ്ബ്. അവ കണ്ഠനാടിയേക്കാൾ അടുത്തുള്ള റബ്ബിനുണ്ടായിട്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം എന്തിനാന്ന് ചോദിക്കണത് വിഡ്ഢികളാണ്.
അള്ളാഹ് കണ്ടനാടിയേക്കാൾ അടുത്തുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ സാന്നിധ്യം അവിടെ തന്നെ ഉണ്ട്. പടച്ചോൻ നമ്മുടെ കൂടെ ഉണ്ട് അവൻ്റെ സഹായം കൊണ്ട്. ഡോക്ടറെ അടുത്ത് പോയാലും മുത്തുനബിയുടെ അടുക്കൽ പോയാലും രോഗം മാറ്റുന്നത് അവൻ തന്നെയാണ്. അതൊക്കെ ഒരു കാരണം മാത്രമാണ്. മനസ്സിലായോ? ഏതായാലും ആ ബോധ്യത്തിൽ എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ, അവൻ കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ എല്ലായിടത്തും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ബിസ്മില്ലാ, ജോലി തുടങ്ങുമ്പോൾ ബിസ്മില്ലാ, വാതിൽ അടയ്ക്കുമ്പോൾ ബിസ്മില്ലാ, വാതിൽ തുറക്കുമ്പോൾ ബിസ്മില്ലാ, എല്ലായിടത്തും വരട്ടെ, ലൈഫ് മാറും. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്ത് ഫിസ്മോള കണ്ട് പറയണ്ടല്ലോ, എന്താടാ? തുമ്മുമ്പോൾ ബിസ്മില്ല പറയാൻ സമയം കിട്ടുമല്ലോ. തുമ്മിക്കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി കേട്ടാ, സെറ്റ്. അപ്പോൾ തുമ്മുമ്പോൾ ബിസ്മില്ല പറയേണ്ടതെന്നാണ്. മാഷാ അല്ലാഹ്, എന്ത് നല്ലത് ചെയ്യാലും ബിസ്മില്ല കേട്ടോ. ഇനി തുമ്മാൻ നേരത്ത് കുഞ്ഞിന് ബിസ്മില്ല സമയം കിട്ടുകയാണെങ്കിൽ അത് തുമ്മുമ്പോൾ ബിസ്മില്ല കൂടെ തുമ്മിക്കോ, കുഴപ്പമൊന്നുമില്ല. എന്ത് നല്ലതിന് നമുക്ക് എന്ത് ചൊല്ലാം? ബിസ്മില്ല പറയാം അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തേത്, നമ്മൾ ഏത് നല്ല കാര്യം ചെയ്താലും കഴിയുന്നതും വുളു എടുക്കുക എന്നുള്ളതാണ്. അടുക്കളയിൽ കയറുമ്പോൾ ഒരു വുളു എടുത്ത് കയറിക്കോ, വുളു എടുത്ത് കയറിക്കുമ്പോൾ ദിക്ർ ചൊല്ലാനിരിക്കുമ്പോൾ ഒരു വുളു എടുത്ത് കയറിക്കോ, ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വുളു എടുത്തോ. വുളു മുറിഞ്ഞാൽ, അതായത് വുളു ദായിമാകുക എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളുടെ ലക്ഷണമാണ്. അള്ളാഹിൻ്റെ സ്വാലിഹീങ്ങൾക്ക് എപ്പോഴും വുളു ഉണ്ടാവും. ഏത് ഘട്ടത്തിലാണ് മരിക്കണമെന്ന് പറയാൻ പറ്റുമോ? അല്ലേ? അതുകൊണ്ട് തന്നെ ആ മരണം വരുന്ന സമയത്ത് നമുക്ക് വുളു ഉണ്ടായിക്കോട്ടെ, നമ്മൾ വിജയികളിൽപ്പെട്ട് മരിക്കൂലേ? മനസ്സിലായോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും എന്തുണ്ടാകണം? വുളു ഉണ്ടാകണം. ഉസ്താദെ ഇപ്പോൾ കെട്ടിയോനെയും കെട്ടിയോളൊക്കെ തൊട്ടാൽ വുളു മുറിയൂലേ? അതിപ്പോൾ ഉറങ്ങിയാലും വുളു മുറിയൂലേ? മുറിയും. നമ്മളോട് വുളു എടുത്ത് കിടക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി മുറിക്കണത് മുറിക്കേണ്ടാത്ത അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് നിർവഹിക്കുക. ഏത് നല്ല കാര്യത്തിനും ദിക്ർ ചൊല്ലാനിരിക്കുമ്പോൾ വുളു എടുക്കുക. വുളു എടുക്കാൻ പാടില്ലാത്ത സമയങ്ങളല്ലാത്ത സമയത്തൊക്കെ എന്ത് ചെയ്യുക? വുളു എടുക്കുക. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും. ഓക്കെ, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വുളു ഉണ്ടായിക്കോട്ടെ, അതൊരു ബർക്കത്ത് തന്നെയാണ്. ഏത് നന്മയിലും വുളു ഉണ്ടാകൽ. പഠിക്കാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ സ്കൂളിലെ വിഷയങ്ങൾ, ഒരുപാട് നീറ്റ് എക്സാം എഴുതുന്നവർ, അതുപോലെ മറ്റു പല എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, JRF വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, വുളു എടുത്ത് പഠിക്കാനിരുന്നോ നല്ല മെമ്മറി പവർ, ഗ്രാസ്പിംഗ് പവർ കിട്ടും. അപ്പോൾ എപ്പോഴും വുളു ഉണ്ടാകട്ടെ, അവർ വിജയിക്കും. മൂന്നാമത്തേത്, കിടക്കുന്ന സമയത്ത് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് കിടക്കുക. നേരെ വന്നിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങരുത്. അത് ശൈത്വാൻ നമ്മുടെ അടുത്തുനിന്ന് പോകില്ല. ശൈത്വാൻ നമ്മുടെ പുതപ്പിൻ്റെ അകത്ത് ആരുണ്ടാവും? ശൈത്വാൻ ഉണ്ടാവും. ആരുണ്ടാവും മിസ്മോളെ? ശൈത്വാൻ ഉണ്ടാവും. കൊക്കച്ചീരും അല്ലേ? ശൈത്വാൻ വരും. ഇങ്ങോട്ട് ഇന്ന് ഫിസുമോളും രാവിലെ എഴുന്നേറ്റ് അബ്ബാടെ കൂടെ ഇരിപ്പുണ്ട്. അസ്സലാമു അലൈക്കും പറഞ്ഞായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഫിസുമോക്കയുടെ വീഡിയോ ഉണ്ട്, എല്ലാവരും കാണണം, മറക്കരുത്. ഫിസുമോളെ കാണില്ല എന്ന് പരാതിയാണ് എല്ലാവർക്കും. അപ്പൊ ബിസ്മി ചൊല്ലെങ്കിൽ നമ്മുടെ മേത്ത് ശൈത്താൻ വരില്ലേ? ഇല്ല, ബിസ്മി ചൊല്ലണതിൻ്റെ കൂടെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയാൽ ശൈത്താൻ പിന്നെ അടുത്തോട്ട് വരൂല. അവന് പേടിയാണ്. അപ്പോൾ അബ്ബാടെ മുന്നിൽ കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഓതിയിട്ട് കയ്യിലൊക്കെ ഊതി മന്ത്രിക്കാറില്ലേ? അബ്ബാക്കും ബൂബൂനും ഉമ്മിക്കൊക്കെ മന്ത്രിച്ചു തരാറില്ലേ? അപ്പോൾ നമ്മുടെ മേത്ത് നിന്ന് കാര്യം പോവും, ശൈത്താൻ പോവും. അപ്പോൾ ഇന്ന് ഇതിൽ കറക്റ്റ് ആക്കൂലേ? ഇനി മറക്കോ? നമ്മൾ ചെല്ലിയില്ലെങ്കിൽ നമ്മുടെ പുതപ്പിൻ്റെ അകത്ത് ആര് കിടക്കും? നമ്മൾ കെട്ടിപ്പിടിച്ചിട്ട് ശൈത്താൻ കിടക്കും. ഡേഞ്ചർ അല്ലേ? അപ്പോൾ പോയി കുഞ്ഞെഴുതിക്കും. ഓക്കെ. അപ്പോൾ കിടക്കാൻ നേരത്ത് ദിക്റുകളും സ്വലാത്തുകളൊക്കെ മനോഹരമായിട്ട് ചൊല്ലി കയ്യിൽ ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് ശരീരം മുഴുവൻ തടവുക. ശൈത്താനിൽ നിന്ന് കാവലാണ് ജീവിതത്തിൽ വിജയിക്കാനും അതൊരു കാരണമാണ്. നാലാമത്തേത്, നേരത്തെ എഴുന്നേൽക്കുക. ഒരുപാട് കിടന്നങ്ങനെ ഉറങ്ങരുത്. നേരത്തെ സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക. തഹജ്ജുദിനായിട്ട് എഴുന്നേറ്റ് അത്രയും നല്ലത്. സുബഹ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കിടക്കരുത്. ഒരു ബറക്കത്തേടാണ്. നമ്മളെപ്പോഴും പറയുന്ന സംഗതിയാണല്ലേ. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എൻ്റെ ഉമ്മത്തിന് പ്രഭാത സമയത്ത് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാന്ന് ആര് ദുആയിരുന്നു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ബറക്കത്ത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സമയത്ത് എഴുന്നേറ്റിരിക്കണം, ദിക്റുകളിലായിരിക്കണം. ഇനിയിപ്പോൾ ദിക്റൊന്നും ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും കിടന്നുറങ്ങരുത്. അള്ളാൻ്റെ ബറക്കത്തൊക്കെ തടയപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ വിജയിക്കാൻ ആ സമയത്ത് ഉണർന്നിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. അഞ്ചാമത്തേത്, ആരും ബുദ്ധിമുട്ടിക്കരുത്, ഒരാളെ ഇടങ്ങേറാക്കരുത്. നമ്മുടെ മനസ്സിലെ എന്നെ അവനെ ഇടങ്ങേറാക്കി, ഞാൻ തിരിച്ചടങ്ങേറാക്കും. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ്. നമ്മൾ അള്ളാഹിനോട് തെറ്റ് ചെയ്തിട്ട് അള്ളാഹ് തിരിച്ച് നമ്മളോട് പ്രതികാരം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ അവസ്ഥ? എങ്ങനെ ഉണ്ടാവും? അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കരുണ ചെയ്താൽ, മറ്റുള്ളവരോട് എന്ന് പറഞ്ഞാൽ നമ്മളെ ദ്രോഹിച്ചവരോട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? കരുണയാണ്. അബൂജഹൽ എന്ന് പറഞ്ഞ അത്രമേൽ ക്രൂരൻ ആരാണ്? എൻ്റെ മുത്തുനബിയെ വേദനിപ്പിച്ചവരിൽ അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബൂജഹലിന് രോഗം വന്നപ്പോൾ ആദ്യം ഓടി ഇറങ്ങിയതാരാണ്? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനേക്കാളും വലിയ ദ്രോഹമൊക്കെ നമ്മളോട് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, ഒരാളെ ഇടങ്ങേറാക്കണ്ട, എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തോൽവി അനുഭവിക്കേണ്ടി വരില്ല. നിങ്ങളെ പടച്ചോൻ ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങളെ അള്ളാഹു പൊക്കിയെടുക്കും. ഓക്കെ.
ഇനി ആറാമത്തേത്, സ്വാലിഹീങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉണ്ടാകണം. സ്വാലിഹീങ്ങളെ കാണാൻ പറ്റിയ ദ്വാരപ്പിക്കുക. എന്താ ദ്വാരപ്പിക്കണം? എൻ്റെ പിള്ളേരുടെ കാര്യം, എൻ്റെ കച്ചവടത്തിൻ്റെ കാര്യം, അതൊക്കെ പിന്നെയും. എൻ്റെ ആഖിർ ഒന്ന് രക്ഷപ്പെടണം, എനിക്കൊന്ന് പടച്ചോനെ തിരിച്ചറിയണം, അങ്ങനെ ദ്വാരക്കണം. അങ്ങനെ അവരെ കൊണ്ട് ദ്വാരപ്പിക്കണം. അവരുടെ ബർക്കത്തുകൊണ്ട് പടച്ചോനോട് ചോദിക്കണം, അവരോട് സഹായം തേടണം. ആ വിഷയത്തിലൊന്ന് സഹായിക്കണം കേട്ടോ, എൻ്റെ കൽബൊന്ന് തുറന്നിട്ടാനേ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മഹാനായ മടവൂര് വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്, മടവൂര് പാപ്പ കരയണത് എന്തിനാ? ഒരിക്കലിരുന്ന് കരയാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മടവൂര്, എന്നെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടത് ദുനിയാവാണ്, പടച്ചോനെ വേണ്ട ആർക്കും, എല്ലാവർക്കും ദുനിയാവ് മതി അല്ലേ? നമ്മൾ ഔലിയാക്കളുടെ അടുക്കൽ പോകണം എന്തിനാ? സിയാറത്ത് ചെയ്യാൻ പോകണം എന്തിനാ? നമ്മൾ നേർച്ചയാക്കണം എന്തിനാ നേർച്ചയാക്കണത്? അവർക്ക് നല്ലൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടെന്നല്ല, ഇതൊക്കെ വേണം. എല്ലാത്തിലുപരി ആദ്യം വേണ്ടത് എന്താ? എനിക്ക് പടച്ചോനെ കിട്ടണം. മടവൂര് പാപ്പയുടെ അടുത്ത് ചെന്നിട്ട്, ശൈഖ് അവറുകളെ, എൻ്റെ കൽബൊന്ന് തുറന്നിട്ടാൽ നിങ്ങളത് വരക്കണം, എനിക്കെൻ്റെ റബ്ബിനെ കാണണം, നിങ്ങളൊക്കെ പടച്ചോനിലേക്ക് അടുത്തതുപോലെ എനിക്കും അടുക്കണം. ഈ സാധുവിൻ്റെ കൽബൊന്ന് തുറന്നു തരണം, ഈ കൽബ് കൊണ്ട് പടച്ചോനെ പ്രണയിക്കാൻ പറ്റണം. നിങ്ങളിലൂടെ അല്ലാതെ പടച്ചോനിലേക്ക് എത്താൻ പറ്റൂലല്ലോ, അള്ളാൻ്റെ ഔലിയാക്കളിലൂടെ അല്ലാതെ. അതുകൊണ്ട് ദ്വാരക്കണം. ഇതാണ് ആദ്യത്തെ പ്രിഫറൻസ്, മനസ്സിലായോ? ഇപ്പം സ്വാലിഹീങ്ങളായിട്ട് ബന്ധം ഉണ്ടാകണം. ഇനി ദൂരെയൊന്നും സിയാറത്ത് ചെയ്യാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുക? അവർക്കൊരു ഫാത്തിഹ എപ്പോഴും മോദൂകിൽ അവരെ ദുആഉം ബറക്കത്തുമുണ്ടാമേ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജീനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. അള്ളാൻ്റെ ഔലിയാക്കളുടെയൊക്കെ പേരിൽ ഒരു ഫാത്തിഹ ഡെയിലി അങ്ങ് ഓതിയേക്കാം. ജീലാനി തങ്ങളുടെ പേരിൽ പ്രത്യേകിച്ച് എല്ലാ ഔലിയാക്കളെയും മനസ്സിൽ കരുതിയിട്ട് ഒരു ഫാത്തിഹ എല്ലാവരുടെയും ഹദറത്തിലേക്ക് അത് ഹദിയ ചെയ്യാം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ ദുആയും ബറക്കത്തും നമുക്ക് തന്നാൽ നമ്മുടെ ദുനിയാവും ആഖിറൊക്കെ രക്ഷപ്പെടൂലേ, സമ്പത്തും എല്ലാം നമുക്ക് കിട്ടൂലേ, ഏറ്റവും ഉപരി അള്ളാഹ് നമുക്ക് കിട്ടൂലേ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏഴാമത്തേത്, അദബിന് പ്രാധാന്യം കൊടുക്കുക. അദബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണവന്മാരോട് ബഹുമാനം കാണിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ പ്രായം ചെന്ന ആളുകളുണ്ട്, അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവരെ ബഹുമാനിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. കുട്ടികൾ വാപ്പാനും ഉമ്മാനെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. കുട്ടികളൊന്നും അത്രയല്ല, നിങ്ങൾക്ക് പ്രായമായാലും നിങ്ങളുടെ മാതാപിതാക്കൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മായിയപ്പനും അമ്മായിയമ്മയും വരുന്നുണ്ട്, എഴുന്നേറ്റ് നിന്ന് ആദരിക്കുക, അവരോട് കയർത്ത് സംസാരിക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ട്? ഇത് നിങ്ങൾ നിങ്ങളുടെ വാപ്പാനോടും ഉമ്മാനോടും ചെയ്യണതാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചെയ്യുക. അവരത് കണ്ടു പഠിക്കട്ടെ. സ്നേഹത്തോടെ സംസാരിക്കുക, അതബുണ്ടാണ്. പ്രത്യേകിച്ച് ആലിമീങ്ങളോട്, ഉസ്താദുമാരോട്, നമ്മളെ ദീൻ പഠിപ്പിച്ചവരോട് അവിടെയൊക്കെ അദബ് പാലിക്കുക. അള്ളാൻ്റെ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ എത്രമേൽ അദബ് സൂക്ഷിക്കണമെന്നറിയോ? ചില പെണ്ണുങ്ങളുണ്ട്, തല പോലും മറക്കൂല, ഇടിച്ച് പൊളിച്ച് അങ്ങോട്ട് കയറാണ്. മാദല്ലാ, വളരെയധികം സൂക്ഷിക്കണം. ഇബ്ലീസ് ഭയങ്കര അറിവാളിയായിരുന്നു. ഓരോ ആകാശത്തും അവൻ ഓരോ പേരായിരുന്നു. 80,000 കൊല്ലം അള്ളാഹ്ക്ക് ഇരുന്ന് ഇബാദത്ത് ചെയ്ത ജിന്നാണ് ആര്? ഇബ്ലീസ് എന്ന് പറയണത്. 20 കൊല്ലം മലക്കുകൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ഇബ്ലീസ്. ജിബ്രീലിൻ്റെയും ഉസ്താദാണ്. എന്തേ പിഴച്ചുപോയി? ആദം നബിയോട് അദബ് കാണിച്ചു എന്നുള്ളതാണ്. മനസ്സിലായ? അഹങ്കാരിയായി. അള്ളാൻ്റെ ഔലിയാക്കൾ ആദരിച്ചില്ല, അമ്പിയാക്കൾ ആദരിച്ചില്ല. അതാണ് ഒറ്റ കാരണമാണ്. അപ്പോൾ അദബ് പ്രധാനമാണ്. ഖുർആനോട് അദബ് വേണം, മൗലിദ് കിതാബ് വീട്ടിലുണ്ടോ അദബ് വേണം, അള്ളാഹുമായി ബന്ധപ്പെട്ട അള്ളാൻ്റെ സ്വാലിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ആദരിക്കണം. ജീവിതത്തിൽ വിജയിക്കും. ഇല്ലേ തോറ്റു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എട്ടാമത്തേത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സ്വല്ലി റബ്ബൽ അലമീന അലാ സയ്യിദിൽ കൗനൈനി വസുറുജി. മുത്തുനബിയുടെ മൗലിദ് ഡെയിലി ചൊല്ലുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രകടാകണം. സുന്നത്തിനോട് വല്ലാത്ത ഇഷ്ടം. എൻ്റെ മുത്തുനബിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ചെയ്യൂല. അങ്ങനെയല്ലേ യഥാർത്ഥ സ്നേഹം എന്ന് പറയണത്. ഭാര്യയ്ക്ക് യഥാർത്ഥ സ്നേഹം ഭർത്താവിനോടുണ്ടെങ്കിൽ ഭർത്താവിന് ഇഷ്ടമല്ലാത്തത് ഭാര്യ ചെയ്യൂല. തിരിച്ചും അങ്ങനെ തന്നെ. മുത്തുനബിയോട് യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ മുത്തുനബിക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ ചെയ്യൂലല്ലോ. ആ സ്നേഹം ജീവിതത്തിൽ പ്രകടാകട്ടെ. അതാണ് എട്ടാമത്തേത്. സ്വലാത്ത് ധാരാളം ചൊല്ലുക, മൗലിദുകൾ ചൊല്ലുക. അവർ തോക്കൂലല്ലോ, മുത്തുനബിയുടെ കാവലുണ്ടാകും. ഒമ്പതാമത്തേത്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് ഒരു യാസീനോ, നമ്മുടെ വാപ്പായും ഉമ്മായും, അതുപോലെ തന്നെ കുടുംബത്തിലെ പല ആളുകളും, ഭർത്താവ് മരണപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ മക്കൾ മരണപ്പെട്ടവരുണ്ട്, എല്ലാവരുടെയും ഖബറല്ല വിളിച്ചാക്കട്ടെ. ഒരു യാസീനോത അത് വല്ലാത്തൊരു പറക്കത്താന്നേ. മാതാപിതാക്കൾക്ക് വേണ്ടി ഇത് വരുന്നാലും നമ്മുടെ കടം വീടും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും. മനസ്സറിഞ്ഞ് ചെയ്യുക. നമ്മൾ ജീവിതത്തിൽ അത് പതിവാക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഡെയിലി ചെയ്യാൻ പറ്റിയാൽ അൽഹംദുലില്ലാ, മനോഹരമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പത്താമത്തേത്, ഏറ്റവും പ്രധാനം,
പ്രഭാത സമയത്ത് തഹജ്ജുദിൻ്റെ നേരത്തെ എഴുന്നേറ്റിട്ട് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ചിട്ട് പടച്ചോനോട് ഇച്ചിരി നേരം കഥ പറയാം. പടച്ചോനോട് കഥ പറയാം. നമുക്ക് കഥ പറയാൻ പിന്നെ ആരുള്ളത്? അള്ളാഹിനോട്. യാ റബ്ബീ വിളിക്കാം. നീ എൻ്റെ റബ്ബല്ലേ അല്ലാ, നീ എൻ്റെ റബ്ബല്ലേ അല്ലാ. നീ എനിക്ക് ഇന്നലെ നല്ല അസുഖം തന്നിട്ടോ, അൽഹംദുലില്ലാ, അടിപൊളിയായിരുന്നു. ഞാൻ ആ അസുഖത്തിൽ ഇങ്ങനെ വേദന വന്ന സമയത്തെ ഞാൻ നിന്നെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ചിട്ടോ അല്ലാ, അൽഹംദുലില്ലാ, അടിപൊളിയായിരുന്നു. അതായത് ഓരോ സംഗതിയും പടച്ചോനെ നീ എനിക്ക് പിള്ളേരെ തന്നത്, അൽഹംദുലില്ലാ, നല്ല മക്കളാണ്, നീ തന്നതാണല്ലോ, നീ തന്നതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ലൈഫ് അടിപൊളിയായിട്ടിരിക്കണത്. ഈ മക്കളില്ലാത്തവരാണെങ്കിലും അൽഹംദുലില്ലാ പടച്ചോൻ ഇത്ര നാൾ നീ എനിക്ക് മക്കളെ തന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അതിൻ്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് ഹൈറായിട്ട് എനിക്ക് മക്കളെ തന്നോട്ടല്ല. പടച്ചവനോട് വർത്താനം പറയാം. നമ്മളെ ഉമ്മാനേക്കാൾ നമ്മളെ സ്നേഹിക്കണത് നമ്മുടെ റബ്ബല്ലേ. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം അള്ളാഹിനോട് വർത്താനം പറയാം. ഇങ്ങനെ ഈ 10 കാര്യങ്ങൾ ലൈഫിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ, നിങ്ങൾ തോക്കില്ല, നിങ്ങൾ വിജയിക്കും, നിങ്ങൾ വിജയിക്കും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലാകട്ടെ എല്ലായിടത്തേക്കും ഈ വീഡിയോ ഒരാളും ഷെയർ ചെയ്യാതെ പോരുത് കേട്ടോ, എല്ലാവരും ഷെയർ ചെയ്യണം. അള്ളാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു കാര്യം ചെയ്യുമ്പോൾ മറന്നുപോയാൽ, ഭക്ഷണം കഴിക്കുമ്പോൾ മറന്നുപോയാൽ, ഇടയിൽ വെച്ച് ഓർത്താൽ എന്ത് ചെയ്യണം? എന്താ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. സിമ്പിളായൊരു ചോദ്യം, ഇത് ഞാൻ മുമ്പൊരു വിഷയത്തിൽ പറഞ്ഞു തന്നതാണ്, ഓർമ്മയുണ്ടോ നോക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പരിപൂർണമായി അള്ളാഹു ഇറക്കി കൊടുത്തത് ഏത് പ്രവാചകനാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഹായിബാക്കല്ലേ അല്ലാ, നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഞങ്ങൾ ഈ പഠിച്ച കാര്യം ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. പഠിച്ചവനെ ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ദുആ വസിയ്യത്തുണ്ട്, ബയോപ്സി ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്, അവരുടെ റിപ്പോർട്ടുകൾ നീ അനുകൂലമാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ കാവലേകണയല്ല. ഹൈർ എന്താണോ ഹൈറായ നിലക്ക് നീ എളുപ്പാക്കി കൊടുക്കണയല്ല. അർഹമുർ-റഹീമായ റബ്ബെ, ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല. കുടുംബങ്ങളിൽ, സന്താനങ്ങളിൽ, ഇണകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ശോഭനമായ ഭാവി നൽകണയല്ല. പടച്ചവനെ, തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. കടബാധ്യതകൾ നീ ഏറ്റെടുക്കണയല്ല. പ്രത്യേകിച്ച് പ്രവാസികളുണ്ട്, ഹൈർ നൽകണയല്ല. കരുണക്കടലായ റബ്ബെ, ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്തു പോയവരാ. നിന്റെ കാരുണ്യം കൊണ്ട് നീ പുറത്തു തരണയല്ല. നീ പുറത്തു തന്നില്ല എങ്കിൽ ഞങ്ങൾക്കൊരാളും അത്താണിയായി ഇല്ല റബ്ബേ. നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് നൽകണയല്ല. ആ മദീന കാണാതെ മരിപ്പിക്കല്ലയല്ല. കരുണക്കടലായ റബ്ബെ, ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിലേക്ക് ഹജ്ജ്, ഉംറ, സിയാറ ഉദ്ദേശിച്ച് പുറപ്പെടുന്നവരുണ്ട്. യാത്രയെല്ലാം എളുപ്പമാക്കണയല്ല. അതിൽ ആരോഗ്യ പ്രശ്നമുള്ളവർ, അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല. നിന്റെ കാവല് നീ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, പരിശുദ്ധ ഭൂമിയിലെത്താതെ ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലയല്ല. വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ എല്ലാവർക്കും നീ ഹൈറാക്കി കൊടുക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.